ഹായ്, എത്ര നന്നായിട്ട് പാചകം ചെയ്യാൻ അറിയാമെങ്കിലും ചിലരെങ്കിലും പറയും ചായ ഇടുമ്പോൾ ശരിയായിട്ട് വരുന്നില്ല എന്ന്. അങ്ങനെയുള്ളവർ ഈ രീതിയിലൊന്ന് ചായ തയ്യാറാക്കി നോക്കൂ. പിന്നെ നിങ്ങളുടെ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ആളുകൾ ക്യൂ നിൽക്കും. അപ്പം എങ്ങനെയാണ് നല്ല സൂപ്പർ ചായ തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. നമ്മുടെ സ്പെഷ്യൽ ചായ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 ടീസ്പൂൺ ചെറുതായിട്ട് അരിഞ്ഞ ഇഞ്ചി എടുത്തിട്ടുണ്ട്, 1 ഗ്രാമ്പും എടുത്തിട്ടുണ്ട്, 3 ഏലക്കയും എടുത്തിട്ടുണ്ട്. വലിയ ഏലക്ക ആണെങ്കിൽ 2 എടുത്താൽ മതിയാവും. ഇനി നമുക്കിതൊന്ന് ചതച്ചെടുക്കാം. നമ്മളൊരു സ്പെഷ്യൽ ചായയാണ് തയ്യാറാക്കുന്നത്, അതുകൊണ്ടാണ് ഇതൊക്കെ ഇടുന്നത്. അപ്പോൾ ഇടികല്ലിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം. ഇപ്പോൾ ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഞാനിവിടെ 1 ഗ്ലാസ് ചായയാണ് തയ്യാറാക്കി കാണിക്കുന്നത്. ഞാൻ എടുത്തിരിക്കുന്ന ഗ്ലാസ് 240 ml ആണ്. അപ്പോൾ നിങ്ങൾ ചെറിയ ഗ്ലാസ്സാണ് എടുക്കുന്നതെങ്കിൽ അതിനനുസരിച്ചിട്ട് ഇഞ്ചിയുടെയും ഏലക്കയുടെയും ഗ്രാമ്പൂൻ്റെയൊക്കെ അളവ് വ്യത്യാസം വരുത്താം. നിങ്ങൾ ഏത് ഗ്ലാസ്സാണോ എടുക്കുന്നത് അതിൻ്റെ 1/2 ഗ്ലാസ് വെള്ളം പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കുക. ഇനി നമ്മൾ ചതച്ചു വെച്ചിരിക്കുന്ന ഏലക്കയും ഇഞ്ചിയും ഗ്രാമ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഗ്രാമ്പു ഇത്ര ചേർത്താൽ മതി, കൂടുതൽ ചേർക്കണ്ട. കൂടിപ്പോയാൽ ചായക്ക് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. ഇനി നമുക്കിതിന് വേണ്ടിയിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 3/4 ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പഞ്ചസാരയുടെ അളവ് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് മാറ്റം വരുത്താം. പഞ്ചസാര ആദ്യം ചേർക്കുമ്പോഴാണ് ചായക്ക് കൂടുതൽ ടേസ്റ്റ്. ഇനി ഇത് നമുക്ക് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഈ ഏലക്കയുടെയും ഇഞ്ചിയുടെയും ഗ്രാമ്പൂവിൻ്റെയൊക്കെ ടേസ്റ്റ് വെള്ളത്തിലോട്ട് ഇറങ്ങി വരും. വെള്ളം നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഏലക്കയുടെ ഇഞ്ചിയുടെ ഗ്രാമ്പൂവിൻ്റെയൊക്കെ ടേസ്റ്റ് വെള്ളത്തിലോട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് തേയില ചേർത്ത് കൊടുക്കാം. തേയില ഞാനിപ്പോൾ 1 ടീസ്പൂൺ തേയിലയാണ് ചേർത്തത്. ചില തേയില കുറച്ച് കൂടുതൽ ചേർക്കേണ്ടി വരും. അപ്പം നിങ്ങൾ വീട്ടിൽ ഉപയോഗിക്കുന്ന തേയിലയ്ക്ക് അനുസരിച്ചിട്ട് അതിൻ്റെ അളവ് മാറ്റം വരുത്താം. പിന്നെ നമ്മുടെ ചായയുടെ ടേസ്റ്റ് നമ്മൾ ഉപയോഗിക്കുന്ന തേയിലയും പോലെ ഇരിക്കും. അപ്പോൾ കുറച്ച് ബ്രാൻഡഡ് ആയിട്ടുള്ള തേയിലയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ തേയിലയും നല്ലപോലെ തിളച്ചിട്ട് കടുപ്പൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് നേരത്തെ എടുത്ത ഗ്ലാസ്സിൽ നിന്ന് 1/2 ഗ്ലാസ് പാല് ചേർത്ത് കൊടുക്കാം. ഞാൻ നല്ല കട്ടിയുള്ള പാലാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾ വിചാരിക്കേണ്ട പാല് കൂടിപ്പോയോ എന്ന്. പക്ഷേ ഇങ്ങനെ ചായ ഇടുമ്പോഴാണ് ചായക്ക് ടേസ്റ്റ്, അല്ലെങ്കിൽ വെള്ളം പോലെ ഇരിക്കും ചായ. ഇനി പാല് നന്നായിട്ട് തിളച്ചു വരണം. അപ്പോൾ പാലും തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. തിളച്ച് തുടങ്ങി ഒരു 1 മിനിറ്റ് കഴിയുമ്പോൾ തീ അങ്ങ് ഓഫ് ചെയ്യുക. കൂടുതൽ തിളപ്പിക്കണ്ട. തീ ഓഫ് ചെയ്തതിന് ശേഷം പെട്ടെന്ന് തന്നെ നമുക്ക് അരിച്ചെടുക്കണം. കൂടുതൽ സമയം തേയില പാലിലിട്ടിട്ട് വയ്ക്കരുത്. അപ്പോൾ തേയിലയുടെ ഒരു കയ്പ്പ് ടേസ്റ്റ് അതിലോട്ട് ഇറങ്ങും. അപ്പം നമുക്കിനി അരിച്ചെടുക്കാം. ഇനി നമുക്ക് പാത്രത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒഴിച്ചിട്ട് ചായ ഒന്ന് ആറ്റിയെടുക്കാം. ഇങ്ങനെ ചായ ആറ്റുന്നതിലും ചായയുടെ ടേസ്റ്റ് കൂടും. ഒരു 5-6 പ്രാവശ്യം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ആറ്റിയെടുക്കാം. അപ്പം കൂടുതൽ ചായ തണുത്തും പോകരുത്. ഇനി നമുക്ക് സർവ് ചെയ്യുന്ന ഗ്ലാസ്സിലോട്ട് ഒഴിച്ചു കൊടുക്കാം. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ചായ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിലൊന്ന് ചായ നിങ്ങൾ തയ്യാറാക്കി നോക്കുക. നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. വേറെ രീതിയിൽ നിങ്ങൾ ചായ തയ്യാറാക്കാറുണ്ടെങ്കിൽ അതെങ്ങനെയാണെന്നും കമൻറ്റ് ചെയ്യുക. റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയറും ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യുക. അപ്പോൾ അടുത്തൊരു റെസിപ്പി ആയിട്ട് കാണാം. ബൈ.